ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രിക് വാഹനങ്ങൾ എത്രയും പെട്ടെന്ന് ചാർജ് ആവുമെങ്കിൽ അത്രയും വേഗം ചാർജ് ആവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ പലരും. ഇപ്പോഴത്തെ ഇലക്ട്രിക് വാഹനങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട ഒരു പോരായ്മ എന്നത് ഇത് തന്നെയാണ്. ഇതൊക്കെ തന്നെ പരിഹാരമായി നമ്മുടെ സ്വന്തം ഇന്ത്യക്കാർ തന്നെ കണ്ടുപിടിച്ചൊരു EV ബാറ്ററിയെ കുറിച്ചിട്ടാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന മുമ്പ് തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്നാകുമ്പോഴത്തേക്ക് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഇതുവരെയുള്ള ഇലക്ട്രിക് വാഹനങ്ങളിലെല്ലാം തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ലിഥിയം അയൺ ബാറ്ററി, ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ് കാറ്റഗറിയിൽ വരുന്ന ബാറ്ററികളാണെങ്കിൽ ഈ ഒരു EV ബാറ്ററി എന്നത് സോഡിയം അയൺ കാറ്റഗറിയിൽ വരുന്നൊരു ബാറ്ററിയാണ്. -25°C മുതൽ 75°C വരെ താപനിലയിൽ ഈ ഒരു ബാറ്ററി വർക്ക് ചെയ്യുമെന്നാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ് പറയുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള സോഡിയം എനർജി എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഈ ഒരു ബാറ്ററിക്ക് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫൗണ്ടർ എന്നത് മിസ്റ്റർ ബാലക് പാഞ്ചിയപ്പ് എന്നൊരു വ്യക്തിയാണ്. മറ്റുള്ള ബാറ്ററികളുടെ എല്ലാം തന്നെ കെമിസ്ട്രിയിൽ നിന്ന് വളരെയേറെ വ്യത്യസ്തമാണ് സോഡിയം അയൺ ബാറ്ററികളുള്ളത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചാർജ് ആകുന്നു എന്നുള്ളതും, ഹൈ ടെമ്പറേച്ചറിലും ബാറ്ററി നശിച്ചു പോകാതിരിക്കുന്നു എന്നുള്ളതും, വെയിറ്റ് കുറവുള്ളതും വിലക്കുറവുള്ളതും എന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ സോഡിയം അയൺ ബാറ്ററി ഭാവിയിലെ EV ബാറ്ററി എന്ന് പറയാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു ബാറ്ററി ലോഞ്ച് ചെയ്യുന്ന സമയത്തും ബാറ്ററി വെള്ളത്തിലിട്ട് ചാർജ് ചെയ്യുന്നതും, ചാർജ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ചുറ്റിക്കൊണ്ട് അടിക്കുന്നതും, കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നതുമായിട്ടൊക്കെ വീഡിയോയിൽ കാണുന്നുണ്ട്. പക്ഷേ ബാറ്ററിക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ലിഥിയം അയൺ ബാറ്ററികളൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ അതിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബാറ്ററി പൊട്ടിത്തെറിക്കുന്നതാണ്. അത് നമ്മൾ മുമ്പുള്ള പല വീഡിയോകളിലും കണ്ടിട്ടുമുണ്ട്. എന്തായാലും ഇന്ത്യയുടെ ഭാവി ബാറ്ററിയായിട്ട് സോഡിയം അയൺ ബാറ്ററിയെ കാണാൻ സാധിക്കുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. ഇനി വരുന്ന ഇലക്ട്രിക് ടൂ വീലറുകളിലൊക്കെ ഇത്തരത്തിലുള്ള സോഡിയം അയൺ ബാറ്ററി വരികയാണെങ്കിൽ ഒരുപാട് പ്രൈസ് ഫ്രണ്ട്ലി ആയിട്ടും അതുപോലെ തന്നെ ഹൈ സ്പീഡിൽ ചാർജ് ചെയ്യാൻ പറ്റുള്ള ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. എന്തായാലും നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്.